ഹായ് എവരി വൺ, വെൽക്കം ടു PK ലേണിങ്സ്. അപ്പോൾ നമ്മുടെ SCRT ഫിസിക്സ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്ന സെഷനാണ് നോക്കിയത്, എന്ന ചാപ്റ്റർ ബേസ് ചെയ്തുള്ള SCRT ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ സെഷനിൽ വരികയാണ്. രണ്ടാമത്തെ നമ്മുടെ ക്ലാസ്സാണ് ചലനം എന്ന് പറയുന്നത്, മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചലനം അതുപോലെ ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻ അതുപോലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് ആദ്യം തന്നെ എന്താണ് ചലനം അല്ലെങ്കിൽ എന്താണ് മോഷൻ എന്ന് നമുക്ക് നോക്കാം. എപ്പോഴാണ് നമ്മളത് ഒരു വസ്തു ചലിച്ചു എന്ന് പറയുന്നത്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു നമ്മൾ നിൽക്കുന്ന നമ്മുടെ സറൗണ്ടിങ്സ് അല്ലേ, നമ്മുടെ ഒരു സറൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് ആ ഒരു വസ്തുവിന് എത്ര സ്ഥാനമാറ്റമുണ്ടായി. ഇവിടെ ഇരുന്ന ഒരു വസ്തു അപ്പുറത്ത് പോയോ, ആ ചുറ്റുപാടിനെ അപേക്ഷിച്ചിട്ട് പോയോ എങ്കിൽ നമുക്കതിനെ ചലിച്ചു, ആ വസ്തു ചലിച്ചു എന്ന് നമുക്ക് പറയാം. ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്ന അവസ്ഥ. ഇപ്പം T1 എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. T1 സെക്കൻഡ് ആയപ്പോൾ ഇവിടെ ഇരുന്ന ഒരു വസ്തു അപ്പുറത്ത് പോയി. അപ്പോൾ സമയം മാറുന്നതിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വസ്തുവിൻ്റെ സ്ഥാനം മാറുകയാണ് എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അതിനെ മോഷൻ എന്ന് പറയാം. അവിടെ മോഷൻ സംഭവിച്ചു അല്ലെങ്കിൽ ചലനം സംഭവിച്ചു എന്ന് പറയാം. ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥ, അനങ്ങുന്നില്ല, അവിടുത്തെ ചുറ്റുപാട് അപേക്ഷിച്ച് അനങ്ങുന്നില്ലെങ്കിൽ ആ വസ്തു എന്താണ്, നിശ്ചലാവസ്ഥയാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അതാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി. ഈ ഒരു റെഫറൻസ് ബോഡിയെ വച്ചിട്ടാണ് നമ്മളത് ഒരു വസ്തു മോഷനിലാണോ അല്ലയോ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്താണ്? ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ. ചലിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വസ്തുവിനെയാണ് അവലംബക വസ്തു അല്ലെങ്കിൽ എന്തെന്ന് പറയുന്ന റെഫറൻസ് ബോഡി. ഈ റെഫറൻസ് ബോഡി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ആ ഒരു വസ്തുവിനെ വെച്ചിട്ടാണ് ആ ബോഡി ചലിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാകുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ ഈ അവലംബക വസ്തു വെച്ചിട്ടാണ് നമ്മൾ ഒരു ബോഡി മോഷനിലാണോ അതോ റെസ്റ്റിലാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ ഒരു വസ്തു ചലനത്തിലാണെന്നും സ്ഥാനം മാറുന്നില്ലെങ്കിൽ നമുക്ക് എന്തെന്നും പറയാം, നിശ്ചലമെന്നും പറയാം. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്. നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അച്ഛൻ ഇപ്പോൾ നമ്മളെവിടെയോ നമ്മൾ ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി ട്രെയിൻ എടുത്തിട്ടില്ല, അച്ഛൻ പുറത്തുണ്ട്. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിരിക്കുകയാണ്, നമ്മുടെ മുന്നിൽ ഒരാളുണ്ട്, അച്ഛൻ പുറത്തുമുണ്ട്. ഓക്കെ, അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനും മൂവ് ചെയ്യുന്നില്ല, ആരും എൻ്റെ അടുത്തിരിക്കുന്ന ആൾ മൂവ് ചെയ്യുന്നില്ല. അവിടെയെല്ലാം ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റാണ്. ഇനി ഈ ട്രെയിൻ പയ്യെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അച്ഛനെ സംബന്ധിച്ച് ഞാനും അതുപോലെ ഈ എൻ്റെ അടുത്തിരിക്കുന്ന ആളും മോഷനിൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അവിടെയല്ല ഇപ്പം നമ്മൾ നിൽക്കുന്ന, അച്ഛൻ നിന്ന സ്ഥാനത്തല്ല നിൽക്കുന്നത്, അത് മൂവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ മോഷനിലാണോ? മോഷനിലല്ല, അയാൾ എന്താണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അച്ഛൻ അവിടെ നമ്മൾ ആ ട്രെയിനിനെ അവലംബക വസ്തുവായിട്ട് എടുത്തപ്പോൾ അച്ഛനെ സംബന്ധിച്ച് ഞാനും എൻ്റെ അടുത്തിരുന്ന ആളും എന്താണ്, റെസ്റ്റിലാണ്. പക്ഷെ എൻ്റെ അടുത്തിരുന്ന ആളും അയാൾക്കും നമ്മൾ പരസ്പരം എന്തല്ല, റെസ്റ്റിലാണ്, മോഷനിലല്ല. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾക്ക് മറ്റൊരാളും മോഷനെ പറ്റി ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. രീതി എന്നല്ല, അയാൾ കാണുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പം അച്ഛനെ സംബന്ധിച്ച് നമ്മൾ എന്താണ്, മോഷനിലാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മോഷനിലല്ല, അടുത്തിരിക്കുന്ന ആൾ മോഷനല്ല. അവിടെ എന്ത് പറ്റി? രണ്ട് ചിന്തയാണ് അവിടെ വന്നത്. അച്ഛന് മോഷനാണ്, നമ്മൾ എന്തല്ല, നമുക്ക് നിശ്ചലാവസ്ഥയാണ്. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കിക്കേ, ചലനം, നിശ്ചലാവസ്ഥ എന്നിവ ആപേക്ഷികമാണ്, അതായത് റിലേറ്റീവാണ്. അത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളാണ്. അതായത്
ഒരാൾക്ക് ചലനമായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് എന്തായിരിക്കും? നിശ്ചലാവസ്ഥയായിരിക്കും. ഒരാൾക്ക് നിശ്ചലം എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് എന്തായിരിക്കും? ചലനമായിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ആപേക്ഷികമാണെന്ന് പറയാം. അപ്പം ചലനവും നിശ്ചലാവസ്ഥയും എന്താണ്? ആപേക്ഷികമാണ്. അതായത് ഒരു വസ്തു ഒരേ സമയം ചലനാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലും ആവാം. അച്ഛൻ്റെയും നമ്മുടെയും കാര്യമാണ് ഓർത്ത് വയ്ക്കുക. അത് വെച്ചിട്ടാണ് പറയുന്നത്. ഒരേ സമയം ചലനാവസ്ഥയിലും ആവാം, നിശ്ചലാവസ്ഥയിലും ആവാം. ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം നോക്കിക്കേ. ബസ്സിൽ യാത്ര ചെയ്യുന്ന ആള് ബസ്സിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലും റോഡിനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലുമാണ്. ബസ്സിലിരിക്കുന്നു, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മൂവ് ചെയ്യുന്നില്ല. നമ്മൾ ഒരിടത്ത് മിണ്ടാതിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ റെസ്റ്റിലാണ്, നമ്മുടെ കൂടെ ഇരിക്കുന്നവരും റെസ്റ്റിലാണ്. കണ്ടക്ടർ മാത്രം ചലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം എന്താണ്? ചലനത്തിലാണ്. ഇനി റോഡിനെ വെച്ച് നോക്കുമ്പോൾ റോഡിൻ്റെ ഇപ്പോൾ ഒരു റോഡിൻ്റെ ഇപ്പോൾ കരമന, തിരുവനന്തപുരത്തെ ഒരു സ്ഥലമാണ് കരമന. ഇപ്പോൾ കരമനയിൽ എത്തിയ ഒരാൾ റോഡിന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കരമന ഓക്കെ, കരമനയിൽ നിന്ന് അടുത്ത് എവിടെ പോകുന്നു? പാപ്പനംകോട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് റോഡ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേറെ സ്ഥലത്താണ് അയാൾ നിൽക്കുന്നത്. അയാൾക്ക് എന്തുണ്ടായി? സ്ഥാനമാറ്റം ഉണ്ടായി. അപ്പോൾ അവിടെ എന്തെന്ന് പറയാം? ചലനം നടന്നു എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. ചലനം അതുകൊണ്ട് തന്നെ എന്താണ്? ആപേക്ഷികമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരം ചലനങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് നേർരേഖാ ചലനം, ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയും. പേര് തന്നെയുണ്ട്, നേർരേഖയിലുള്ള ചലനം, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നേർരേഖാ ചലനം. നേർവഴിയിൽ ഓടുന്ന കാറ്, നെറ്ററ്റ് വീഴുന്ന മാമ്പഴം നേരെയല്ലേ വന്ന് വീഴത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകത്തില്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് വീഴും. അതുപോലെ ലിഫ്റ്റ് ആണെങ്കിലും എന്താണ്? നേരെ വാ നേരെ പോ, നേരെ പോയി നേരെ വരും, എല്ലാം ചെയ്യും. അതാണ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാർച്ച് പാസ്റ്റിലൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ സോൾജിയേഴ്സ്? അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നേർരേഖാ ചലനം, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അടുത്തതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അതിന് എന്ത് കാണും? അക്ഷം കാണും. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പമ്പരം കറങ്ങുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഒരു അക്ഷത്തെ, ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് ആ പോയിന്റ് നിന്നുകൊണ്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഒരു അക്ഷമൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ അതൊരു ഇമാജിനറി ഇതായിട്ട് വരയ്ക്കും. നമ്മളിപ്പം ഭൂമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിലെ കറക്കം, ആ ഒരു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇമാജിനറി ലൈൻ വെച്ചൊക്കെ വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നതും ഭ്രമണത്തിന് ഉദാഹരണമാണ്. ഫാന് കറങ്ങുന്നത്, അതുപോലെ പൊടിമില്ലിലെ ചക്രങ്ങൾ, അതായത് ചക്രമൊക്കെ കറങ്ങുന്നത് എന്തിന് ഉദാഹരണമാണ്? ഭ്രമണമാണ്. അതെന്ത് ചെയ്യും? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി ചലിക്കുന്നവയാണ്. പമ്പരത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. അതുപോലെ നമ്മുടെ ഭൂമിയുടെ കാര്യം. പമ്പരം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഒരു പോയിന്റിൽ ഇത് നിന്നുകൊണ്ട് അതിങ്ങനെ കറങ്ങും അല്ലേ. അപ്പോൾ അതാണ് സ്വന്തം അക്ഷം. അത് നിന്നുകൊണ്ട് കറങ്ങുന്നതിന് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയും. ഇനി അടുത്തതാണ് പരിക്രമണം, റെവല്യൂഷൻ. എന്താണ്? അപ്പോൾ നമ്മൾ ഭ്രമണം പഠിച്ചു, ഇനി പരിക്രമണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ഒരു നിശ്ചിത പാതയിലൂടെ വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു അക്ഷത്തിൽ അടിസ്ഥാനമാക്കി കറങ്ങുന്നതിന് ഭ്രമണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ചുറ്റുകയാണെങ്കിൽ അതിന് എന്താണ്? പരിക്രമണം. സിമ്പിൾ, അത്രയേ ഉള്ളൂ. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്ത് വരുന്ന ചലനമാണ്. അതായത് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം എന്തായിരിക്കും? എവിടെയായിരിക്കും വരുന്നത്? പുറത്തായിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അത്തരത്തിലുള്ള ചലനത്തെ പരിക്രമം എന്ന് പറയുന്നു. ഭൂമി സ്വയം കറങ്ങുന്നത്, അതിൻ്റെ അക്ഷത്തെ അടിസ്ഥാനമാക്കി കറങ്ങുന്നതിനെ ഭ്രമണമെന്നും, എന്നാൽ ഭൂമി സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ കറങ്ങുന്നതിനെ നമ്മൾ എന്തെന്നും പറയും? സഞ്ചരിക്കുന്നതിനെ പരിക്രമണം എന്ന് പറയും. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്, അപ്പോൾ അത് ആ ചലനം എന്താണ്? പരിക്രമണം. ഭൂമി സ്വയം കറങ്ങുകയാണ്, അത് ഭ്രമണം. ഫാനിലെ ദളങ്ങളുടെ ചലനം, ഫാനിലെ ദളങ്ങൾ പുറത്തല്ലേ വരുന്നത്, അതിൻ്റെ ആക്സിസ് പുറത്തല്ലേ വരുന്നത്, അപ്പോൾ അതെന്താണ്? അതെന്തിന് ഉദാഹരണമാണ്? പരിക്രമണത്തിന് ഉദാഹരണമാണ്. ഇനി ഇത് നോക്കിക്കേ. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ഭൂമി സ്വയം തിരിയുന്നത്, സ്വയം തിരിയുമെന്ന് പറയുമ്പോൾ ഭ്രമണം ചെയ്യുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇക്വേറ്ററിൽ നടുക്ക്. അവിടെ എവിടെയാണ്? മണിക്കൂറിൽ ഏകദേശം എത്രയാണ്? അതായത് എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്ന് ചോദിച്ചാൽ 1667. അത് നമ്മുടെ SCRT ഒരു ചെറിയ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത് കേട്ടോ. സൂര്യനെ ചുറ്റുന്നത് എത്രയാണ്? 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യനെ ചുറ്റുന്നത്. അതായത് ഇത് ഭ്രമണത്തിൻ്റെ കേസും ഇത് പരിക്രമണത്തിൻ്റെ കേസുമാണ് പറയുന്നത്. സ്വന്തമായിട്ട് 1667 കിലോമീറ്റർ പെർ അവറും ഇവിടെ ഇക്വേറ്ററിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഇനി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിലാണ് എത്രയാണ്? 1,00,000
6000 കിലോമീറ്റർ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്, ചുറ്റുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അത് രണ്ടൊരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ ഒരു SCRT ഒരു ചെറിയൊരു പോയിന്റ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. ആ പേര് തന്നെയുണ്ട്. വൃത്താകാര പാതയിലുള്ള ചലനമാണ് സർക്കുലർ. അതായത് എന്താണ് വർത്തുള ചലനം? ഇതാ ഒരു സർക്കിളാണ്, ഒരു കാർ ഇവിടെ ഉണ്ട്, ഇതൊരു കാറാണെന്ന് വിചാരിക്കുക. ഇതാ ഇങ്ങനെ ഒരു സർക്കുലാർ പാത്തി കൂടെ സഞ്ചരിക്കുകയാണ് എങ്കിൽ അതിനെന്തെന്ന് പറയാം? വർത്തുള ചലനം എന്ന് പറയാം. എന്താ പറയാം? വർത്തുള ചലനം. ഉദാഹരണത്തിൽ ക്ലോക്കിൽ നമ്മൾ സ്ഥിരം കാണുന്നതിന് ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗത്തിൻ്റെ ചലനം നമ്മുടെ വർത്തുള ചലനമാണ്. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി കളിത്തീവണ്ടി ഓടുന്നത് ഉദാഹരണമാണ് വർത്തുള ചലനം. കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത്. കോമ്പസിൽ വെച്ച് നമ്മൾ പെൻസിൽ വരയ്ക്കത്തില്ലേ, അതൊക്കെ എന്താണ്? നമ്മളൊരു സർക്കിൾ വരയ്ക്കാനല്ലേ അങ്ങനെ കോമ്പസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാം, സർക്കുലർ മോഷനാണ്. ഇനി വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നു. വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സമവർത്തുള ചലനം അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയാം. എക്സാമ്പിൾ, ജൈന്റ് വീലിൻ്റെ ചലനം. നമ്മുടെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ചില ഉത്സവപ്പറമ്പിലൊക്കെ കാണും ഈ ഒരു ജൈന്റ് വീൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചലനം ഇങ്ങനെ റൗണ്ടായിട്ട് സർക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്, അത് സമവർത്തുള ചലനമാണ്. ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കതിനെ സമവർത്തുള ചലനം, അതായത് അവർ തമ്മിൽ സഞ്ചരിക്കുന്ന ദൂരവും എന്തായിരിക്കും? തുല്യം ദൂരത്തിലായിരിക്കും. അതുപോലെ തുല്യ സമയ ഇടവേളകളിലായിരിക്കും അതെന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. എങ്കിൽ അതിന് സമവർത്തുള ചലനമെന്ന് പറയാം. ഇനി അടുത്ത ചലനമാണ് ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയും. ടു ആൻഡ് ഫ്രോ മോഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഓസിലേഷൻ എന്താണ്? ദോലനം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തിലേക്കും ചലിക്കുന്നതിനെ നമുക്ക് ദോലനം. ക്ലോക്കിലെ പെൻഡുലം, അതുപോലെ നമ്മുടെ എന്താണ് നമ്മൾ പറയത്തില്ലേ സിമ്പിൾ പെൻഡുലം. ഈ പെൻഡുലം ഇവിടെ പോകും, ഇങ്ങോട്ടും വരും, അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. ഇതാണ് ഈ ഒരു പെൻഡുലം ഇങ്ങനെ ഇരിക്കുന്നു. ഈ സാധനം അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. സിമ്പിൾ പെൻഡുലം ഒക്കെ എന്തിന് ഉദാഹരണമാണ്? സിമ്പിൾ പെൻഡുലം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. +1 +2 സയൻസ് എടുത്തവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഓസിലേഷനാണ്. ചെണ്ടയുടെ ഡയഫ്രം ഇങ്ങനെ അടിക്കുന്നത്, അത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്നുണ്ട്. ഊഞ്ഞാലിൻ്റെ ചലനമൊക്കെ എന്താണ്? ഓസിലേഷൻ. അത് ഊഞ്ഞാൽ ആടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. അപ്പോൾ ഒരു തുലന സ്ഥാനം കാണും. ഇതാണ് അതിൻ്റെ തുലന സ്ഥാനം. ഇങ്ങനെ പോകും, ഇവിടെ വരും, വീണ്ടും അങ്ങോട്ട് പോകും, വീണ്ടും ഇവിടെ വരും, അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു തുലന സ്ഥാനമുണ്ട് അതിന്, ഈ പെൻഡുലത്തെ സമയം. അപ്പോൾ അങ്ങനെ പോകുന്നതിനെയാണ് ഇരുവശത്തിലേക്കുള്ള ചലനമാണ് ദോളനം എന്ന് പറയുന്നത്. ചെണ്ടയുടെ ഡയഫ്രം, അതുപോലെ ഊഞ്ഞാല്, ക്ലോക്കിലെ പെൻഡുലം ഒക്കെയാണ്. ഇനി എന്താണ് ഈ കമ്പനം എന്ന് പറയുന്നത്? ദ്രുതഗതിയിലുള്ള ദോലനം. അതായത് ദോലനം എന്ന് പറഞ്ഞാൽ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. കമ്പനം എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ പറയുന്നത്. അതായത് വീണയിലെ കമ്പിയൊക്കെ ഉണ്ടല്ലോ, അതെന്താണ്? കുറച്ചും കൂടെ സ്പീഡായിരിക്കും. നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡിൽ എന്ത് ചെയ്യും? ദോലനം ചെയ്യും അല്ലേ? അത്തരത്തിൽ ദോലനം ചെയ്യുന്നതിനെയാണ് കമ്പനം, വൈബ്രേഷൻ എന്ന് പറയുന്നത്. ട്യൂണിംഗ് ഫ്രോക്കിലെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ ട്യൂണിംഗ് ഫ്രോക്ക് +2 ഒക്കെ നമ്മൾ ലാബിൽ ഫിസിക്സിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ട്യൂണിംഗ് ഫ്രോക്ക് ഇങ്ങനെ അകത്തിങ്ങനെ അടിക്കുമ്പോൾ അകത്തൊരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അതൊക്കെ എന്താണ്? കമ്പനമാണ്. വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ റബ്ബർ ബാൻഡിൽ ഇങ്ങനെ ആക്കത്തില്ലേ, അപ്പോൾ സ്പീഡിൽ അതിങ്ങനെ കമ്പനം ചെയ്യും. വീണയിലെ കമ്പി, അതൊക്കെ എന്താണ്? നമ്മുടെ കമ്പനത്തിന്, വൈബ്രേഷന് ഉദാഹരണങ്ങളാണ്. ഇനിയാണ് നമ്മൾ അതായത് നമ്മൾ ചലനത്തിൻ്റെ ഒരു ഫേസിലോട്ട് വരുന്നത്. അതായത് പലതരത്തിലുള്ള ചലനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നോക്കിക്കേ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദൂരം, സ്ഥാനാന്തരം, വേഗം, പ്രവേഗം, അതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ദൂരവും സ്ഥാനാന്തരവും. എന്താണ് ഈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദൂരം എന്താണ്? ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം, അതായത് ഒരു വസ്തു പോകുന്നു, ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നു, എത്ര ദൂരം അത് സഞ്ചരിച്ചു, ഇത് തൊട്ട് ഇതുവരെ സഞ്ചരിച്ചെങ്കിൽ അതാണ് ആ വസ്തുവിൻ്റെ എന്തെന്ന് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ഈ വസ്തുത ഇവിടം വരെ പോകുന്നു, ഇതാണ് അതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. ഇതിൻ്റെ SI യൂണിറ്റ് നമുക്കറിയാം, മീറ്റർ. നമ്മൾ പഠിച്ചതാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ. എന്താണ് ദൂരത്തിൻ്റെ SI യൂണിറ്റ്? മീറ്ററാണ്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താ? ഓഡോമീറ്ററിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം വെഹിക്കിൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏതിലായിരിക്കും? എന്തായാലും
നമ്മുടെ വീട് തൊട്ടടുത്ത് നമ്മൾ എന്താണ് ഗാർഡൻ വരെ പോകുന്ന ഇതൊന്നും വണ്ടിയിൽ പോകത്തില്ലല്ലോ. വണ്ടിയിൽ പോകുന്നെങ്കിൽ എത്രയോ കിലോമീറ്റർ കവർ ചെയ്തായിരിക്കും. അപ്പം വലിയ വലിയ ഡിസ്റ്റൻസിന് നമ്മൾ കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓഡോമീറ്ററിൽ എന്തിലാണ്? കിലോമീറ്ററിലാണ്. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ് നമുക്കറിയാം. ഇനി എന്താണ് സ്ഥാനാന്തരം? ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ സ്ഥാനം കാണും, അതിനൊരു അന്ത്യസ്ഥാനവും കാണും. നമ്മൾ യുവും വിയും കൊണ്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ നേർരേഖാചലനം. ഇപ്പം ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഇത് തൊട്ട് ഇതുവരെ ഉള്ളതാണ് അതിൻ്റെ ഡിസ്റ്റൻസ്, എത്ര ദൂരം കവർ ചെയ്തു എന്നുള്ളത്. ഇനി ഇതാ ഇവിടെ ഒരു സ്ഥലത്തും കൂടെ പോയി. അപ്പോൾ അത് ആദ്യം ഇവിടെ പോകുന്നു, പിന്നെ ഇവിടെ വരുന്നു. അപ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് നമ്മളിതാ ഇത് മൊത്തവും കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇവിടുന്ന് പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ പോയാലും ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ് എടുക്കുമ്പോൾ ആദ്യം ഇവിടെയായിരുന്നു അതിൻ്റെ സ്ഥാനം, പിന്നെ അത്രയായി. അപ്പോൾ അത് മാത്രമേ നേർരേഖയിലുള്ള ആ ചലനം മാത്രമേ എടുക്കത്തുള്ളൂ. ഏതിൽ? ഡിസ്പ്ലേസ്മെൻറ്റിൽ. ഇതിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിശയും പരിമാണവും ഉണ്ട്. എന്തുകൊണ്ട്? ദിശയും പരിമാണവും എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ്, അതായത് അതിനൊരു അളവ് കാണും. ഡിസ്റ്റൻസിന് നമ്മൾ എന്തേ പറയത്തുള്ളൂ? പരിമാണം, മാഗ്നിറ്റ്യൂഡ്. 10 മീറ്റർ സഞ്ചരിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ 10 മീറ്റർ ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്നും കൂടെ പറയേണ്ടി വരും. അതായത് ദിശയും കൂടെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് സ്ഥാനാന്തരം. ഇനി സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്നാൽ മാത്രമേ അതൊരു പൂർണ്ണമാകത്തുള്ളൂ. എന്നാലേ നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയാൻ പറ്റും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 അളവുകളെ പറയാം. സദിശ അളവെന്ന് പറയാം, അദിശ അളവെന്ന് പറയാം. സദിശ അളവ് എന്ന് പറയുമ്പോൾ ദിശയുണ്ട്, സദിശ. അദിശ എന്ന് പറയുമ്പോൾ എന്താണ്? ദിശയില്ല, ദിശ പറയണ്ട. ഇല്ല എന്ന് പറഞ്ഞാൽ പറയണ്ട. സദിശ ഇംഗ്ലീഷാണ് വെക്റ്റർ ക്വാണ്ടിറ്റി, അതിശയാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പം പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്ന ഭൗതിക അളവുകളെ നമുക്ക് എന്തെന്ന് പറയാം? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പം വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ എന്ത് കാണും? ദിശ കൂടി കാണും. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി, സദിശ അളവാണ്. എന്നാൽ ദിശ പ്രസ്താവിക്കേണ്ടെങ്കിൽ അത് എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ? ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. മനസ്സിലായോ? അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി. ദിശ കൂടി പറയണമെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി, ദിശ പറയണ്ടെങ്കിൽ അദിശ അളവാണ്. അതിശ അല്ലെങ്കിൽ ദിശയില്ല, അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷെ മലയാളവും ഇംഗ്ലീഷും തിരിഞ്ഞു പോയത് കാരണം ഞാൻ അത് ഓർത്ത് വെക്കാനായിട്ടേ. സദിശ എന്ന് പറയുമ്പോൾ അത് എന്താണ്? സദിശ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, വെക്റ്ററാണ്. അതായത് സ്കെയിലാർ അല്ല, തിരിച്ചാണ് പറയേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. സാധാരണ നമ്മൾ കണക്ട് ചെയ്താണ് പഠിക്കുന്നത്. ഇത് നോക്കിക്കേ, സദിശ എന്ന് പറയുമ്പം സ്കെയിലാർ അല്ല, സാ അല്ല, രണ്ടും സാ വരൂല. സദിശ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചിന്തിക്കുക, അത് വെക്റ്ററാണ്. എന്നാൽ അതിശയാണ്, ഒരെണ്ണം പഠിച്ചാൽ മറ്റത് കിട്ടുമല്ലോ, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. മലയാളം ഇംഗ്ലീഷ് വേർഡ്സ് ആണേ. ഇനി നോക്കിക്കേ, ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദൂരവും സ്ഥാനാന്തര അളവുകളും തുല്യമായിരിക്കും. എന്താണ്? ഒരു വസ്തു സഞ്ചരിക്കുകയാണ്, ഈ ഒരു വസ്തു ഇവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, അതൊരു നേർരേഖാ ചലനമാണെങ്കിൽ നേർരേഖാ ചലനത്തിൽ കൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇടാം, ഈക്വൽ ആയിരിക്കും. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, സ്ട്രെയിറ്റ് പാത്താണ്. ഇതുവരെ ഇങ്ങനെ സ്ട്രെയിറ്റ് പാത്തിൽ പോകുന്നെങ്കിൽ ആ വസ്തു സഞ്ചരിച്ച ദൂരവും ഡിസ്പ്ലേസ്മെൻറ്റും തുല്യമായിരിക്കും. ഇനി ഇതിങ്ങനെ ചുറ്റിയാണെന്നിരിക്കട്ടെ പോയെ, എങ്കിൽ എന്തല്ല, നമുക്ക് പറയാൻ പറ്റില്ല. നേർരേഖാ ചലനമായിരിക്കണം. നേർരേഖാ ചലനത്തിൽ ഒരേ ദിശയിലായിരിക്കുമ്പോൾ എന്താണ്? ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ ഉണ്ട്, അത് നോക്കിക്കേ നിങ്ങൾ. അടുത്ത് നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മുടെ SCRTയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇതിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. അതായത് ഒരു വസ്തു ACBയിലൂടെ 6 ആരമുള്ള ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെ നീങ്ങുന്നു. അതായത് ACB അർദ്ധവൃത്താകൃതിയാണ്. അതായത് ഒരു വൃത്തം മൊത്തമില്ല, അർദ്ധവൃത്താകൃതി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയാണ്. ഇത് മൊത്തം ആകുമ്പോഴേ ഒരു വൃത്തം ആവത്തുള്ളൂ. ഇത് അർദ്ധവൃത്തമാണ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു വസ്തു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ ദൂരത്തിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അനുപാതം, അതായത് റേഷ്യോ ആണ് ചോദിച്ചത്. റേഷ്യോ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ്
ദൂരത്തിൻ്റെ റേഷ്യോ എങ്ങനെ എടുക്കും? AC ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താ നോക്കേണ്ടത്? നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? സർക്കംഫറൻസ്, ചുറ്റളവല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് നിങ്ങൾക്കറിയാം. സർക്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ ചുറ്റളവ് 2πr ആണ്. പക്ഷേ ഇത് മൊത്തം ഇല്ല, അർത്ഥമാണ്, പകുതിയാണ്. അപ്പം 2 എടുക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പം എത്ര കിട്ടും? πr. അതായത് ദൂരം എത്രയാണ്? πr ആണ്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം എന്തായിരിക്കും? സ്ഥാനാന്തരം ഞാൻ പറഞ്ഞു, സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലുള്ള ചലനത്തെയാണ്, നേർരേഖയിലാണ് നമ്മൾ എന്ത് പറയുന്ന സ്ഥാനാന്തരം. അല്ലാതെ ഇങ്ങനെ ചുറ്റിപ്പോയാൽ പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് എയും ബിയും, AB എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവുന്ന കേസ്. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഇത്ര വരെ നമുക്കറിയാം R ആണ്. അപ്പോൾ ഇതും കൂടെ ആണെങ്കിൽ R + R എത്രയാ? 2R എന്ന് കിട്ടും. അപ്പോൾ ദൂരം ഈസ്റ്റു സ്ഥാനാന്തരം എത്ര വരും? πr ഈസ്റ്റു 2R എന്ന് വരും. 6 വെട്ടാലോ? അപ്പോൾ π/2. ഇതായിരിക്കും അതിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പം πr ആണ് എന്തിൻ്റെ? π/2 ആണ് എന്തിൻ്റെ? ഇതിൻ്റെ റേഷ്യോ ഏതാ? ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള റേഷ്യോ ഏതാണ്? π/2. ദൂരം എന്ന് പറയുന്നത് πr ആണ്, സ്ഥാനാന്തരം 2r ആണ്. അനുപാതം എത്രയായി? 2. ഇത് അത് ഞാൻ പറഞ്ഞു തന്നല്ലോ അല്ലേ? πr / 2r രണ്ടും വെട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? π/2 എന്ന് ഇവിടെ ചെയ്തതുപോലെ കിട്ടും. ഓക്കെ, ശരി, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ, വേഗവും പ്രവേഗവും, സ്പീഡും വെലോസിറ്റിയും പറ്റിയിട്ടാണ് അടുത്ത് നോക്കുന്നത്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. അതായത് ദൂരം ബൈ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേഗത അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത്. ദൂരം ബൈ സമയം, യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച് എത്ര ദൂരമാണ് സഞ്ചരിച്ചത്, അതാണ് അതിൻ്റെ വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. അതായത് വേഗം, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമും, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമുമാണ്. നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും, ദൂരവും സ്ഥാനാന്തരവും എന്താണെന്ന് പഠിച്ചു. ദൂരവും സ്ഥാനവും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ ആ ടേംസിൽ പറയുന്നു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയമാണ് വേഗം എന്ന് പറയുന്നത്. എന്നാൽ പ്രവേഗം, വെലോസിറ്റി എന്ന് പറഞ്ഞാലോ സ്ഥാനാന്തരം ബൈ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നോക്കിക്കേ, നോട്ടിക്കൽ മൈൽ. എന്താ ഈ നോട്ടിക്കൽ മൈൽ? വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. അപ്പോൾ ഈ നോട്ടിക്കൽ മൈൽ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? വ്യോമയാന ഗതാഗതത്തിലും സമുദ്ര ഗതാഗതത്തിലും, രണ്ടിലുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ നോട്ടിക്കൽ മൈൽ യൂസ് ചെയ്യുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കിക്കേ, 1.852 കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട്. KNOT, K സൈലൻ്റ് ആണ്, നോട്ട്. ഓക്കെ, അപ്പോൾ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും, കാരണം വ്യോമയാനവും സമുദ്ര ഗതാഗതവും ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് കപ്പലുകളിലും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? നോട്ട് എന്ന് പറയുന്നത്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ, അങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന തോതിലാണ് എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. ഓക്കെ, ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. ഇതാണ് നോട്ടിക്കൽ മൈൽ. അപ്പോൾ നോട്ടിക്കൽ മൈൽ ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ കപ്പലുകളുടെയും വിമാനവും അളക്കുന്ന യൂണിറ്റ് ആണ്. അത് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിലാണ് സഞ്ചരിക്കുന്ന വേഗമാണ് എന്തെന്ന് പറയുന്നത്? ഒരു നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? യൂണിഫോം സർക്കുലർ മോഷൻ, സമവർത്തുള ചലനം പഠിച്ചു. അപ്പോൾ എന്താണ് ഈ സമവേഗവും അസമവേഗവും എന്ന് പറയുന്നത്? നോക്കിക്കേ, ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ, നമ്മളവിടെ പഠിച്ചു തുല്യ ദൂരത്തിൽ തുല്യ സമയ ഇടവേളയാണെങ്കിൽ അതിനെ സമവർത്തുള ചലനം എന്ന് പറയും അല്ലേ? അത് തന്നെയാണിത്. എങ്കിൽ ആ വസ്തു സമവേഗമാണെന്ന് പറയാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിച്ചതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഇപ്പോൾ ഒരു നോക്കിക്കേ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ടൈം ഞാൻ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇപ്പോൾ ഒരു വസ്തു എന്ത് ചെയ്യാണ്? ഒരു 100 മീറ്റർ സഞ്ചരിക്കും. മീറ്ററിലാണ്, മീറ്റർ ഞാൻ എഴുതുന്നില്ല, ഇത് മീറ്ററിലാണ്. 3 മീറ്റർ സഞ്ചരിച്ചു 2 സെക്കൻഡ് കൊണ്ട്. അടുത്ത് വീണ്ടും 6 മീറ്റർ സഞ്ചരിച്ചു 4 സെക്കൻഡ് കൊണ്ട്.
അടുത്ത് വീണ്ടും 9 മീറ്റർ സഞ്ചരിച്ചു 6 സെക്കൻഡ്. നോക്കിക്കേ, ഇവിടെ എല്ലാം ഡിസ്റ്റൻസിന്റെ ഇത് തുല്യമല്ലേ, അതായത് ഇവിടെയും ഇവിടെ 3 അവിടെ 3, അതായത് 3 മീറ്റർ വെച്ച് എന്ത് ചെയ്യാണ് ആ ഒരു കാറ് സഞ്ചരിക്കുകയാണ്. ഇടവേളകളും തുല്യമല്ലേ, 2, 4, അടുത്ത 6, 8. അപ്പൊ അതെന്താണ്, ഇന്റർവെല്ലും സെയിം ആണ്. അപ്പൊ അത്തരത്തിലുള്ള ചലനത്തിന് നമുക്ക് എന്തെന്ന് പറയാം, സമവേഗം എന്ന് പറയാം. എന്നാ ഇനി ഇവിടെ ഇപ്പം അസമവേഗം. അപ്പൊ എന്താണ് ഈ അസമവേഗം? നോക്കിക്കേ, നേരത്തെ കേസിൽ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. അതായത് ഇവിടെ ഡി ഉണ്ട്, ടി ഉണ്ട്. നേരത്തെ നമ്മൾ സമവേഗം പറഞ്ഞു, ഇപ്പൊ അസമവേഗമാണ് പറയുന്നത്. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം അല്ല. ഇപ്പം 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, അങ്ങനെ തുല്യ സമയ ഇടവേളയാണ്. എന്നാൽ ഡിസ്റ്റൻസ് നോക്കിക്കേ, 10 കണ്ടോ, 3, 5, 8, 10 ഇതൊന്നും എന്തല്ല, തുല്യ ഇടവേള അല്ല. ഞാൻ ഇപ്പൊ എഴുതിയതുപോലെ. അപ്പൊ തുല്യ സമയ ഇടവേളകളായിരിക്കും, എന്നാൽ എന്തല്ല, തുല്യ ദൂരമല്ല സഞ്ചരിച്ചെങ്കിൽ എന്ത് നമുക്ക് പറയാം, അതൊരു അസമവേഗമാണെന്ന് പറയാം. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും. ഇനി സമപ്രവേഗവും അതുപോലെ അസമപ്രവേഗവും എന്ത് തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്തു ചലനദിശ അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം നോക്കുക, ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തു ചലിക്കുകയാണ്, അതിന്റെ ദിശ മാറുകയാണ്, ഡയറക്ഷൻ മാറുകയാണ് എങ്കിൽ എന്ത് മാറ്റവും കാണും. ഇപ്പൊ നമ്മളെ സർക്കുലർ മോഷനിൽ നോക്കിക്കേ, ഇതൊരു സർക്കുലർ മോഷൻ, ഇതിലിതാ ഇങ്ങനെ ഓരോ പ്രാവശ്യവും അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ, ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്ത് മാറും, വെലോസിറ്റി മാറും, അല്ലെങ്കിൽ പ്രവേഗവും മാറും. അതായത് ദിശ മാറുന്നതിനനുസരിച്ച് എന്ത് മാറുമടാ, പ്രവേഗം മാറും. അപ്പോൾ ഇനി സമപ്രവേഗം, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, സമപ്രവേഗം. എക്സാമ്പിളായിട്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്താണ്, എന്തിന് ഉദാഹരണമാണ്, സമപ്രവേഗം. കാരണം അവിടെ എന്തില്ല, അവിടെ നമുക്ക് വേറെ മാറ്റവും ദിശയ്ക്ക് മാറ്റവും ഒന്നും വരുന്നില്ല, കാരണം ശൂന്യതയിലാണല്ലോ. അതുകൊണ്ട് തന്നെ അതെന്താണ്, സമപ്രവേഗമാണ്. അപ്പൊ സമപ്രവേഗം എന്ന് പറയുമ്പോൾ അവിടെ വാക്ക് മാറും, സ്ഥാനാന്തരമാകും. സമവേഗം, യൂണിഫോം സ്പീഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഡിസ്റ്റൻസ് ആണ്, ദൂരം, തുല്യ ദൂരം എന്ന് പറയണം. നമ്മുടെ പ്രവേഗം എന്ന് പറയുമ്പോൾ എന്താണ്, വസ്തുവിന്റെ സ്ഥാനാന്തരം എന്ന് പറയണം. ദൂരം മാറ്റി എന്ത് പറയണം, സ്ഥാനാന്തരം പറയണം. തുല്യ സമയ ഇടവേളകളിലാണെങ്കിൽ അതിനെന്തെന്ന് പറയാം, സമപ്രവേഗം. ഇനി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ഒരു ട്രെയിൻ, ആ ട്രെയിന് എന്തല്ല, സമപ്രവേഗമല്ല, അസമമാണ്. അതുപോലെ വേഗം മാറുന്നുണ്ട്, ദിശ എന്നിവയിൽ എന്തെങ്കിലും ഒന്ന് മാറിയ വസ്തുവിന്റെ പ്രവേഗം എന്തായിരിക്കും, അസമമായിരിക്കും. അപ്പൊ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിനിന്റെ വേഗം മാറും, ദിശയും എല്ലാം മാറും. അപ്പൊ അതെന്താണ്, അസമ പ്രവേഗമാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു സ്ഥാനാന്തരത്തിന് ആദ്യ പ്രവേഗവും കാണും, അന്ത്യപ്രവേഗവും കാണും. അതായത് യുവും വിയും കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കേസാണ്, നന്നായിട്ട് അത് മനസ്സിലാക്കുക. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം 0 അതായത് U = 0 ആകുന്ന കേസാണ് പറയുന്നത്. ആദ്യ പ്രവേഗം അതായത് ഇവിടുന്ന് തുടങ്ങുകയാണ്. അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്, ആ ട്രെയിൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ, യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്ന കാറ് യാത്ര ആരംഭിക്കുകയാണ്. നമുക്കിത് ഉപയോഗം വരുന്നത് എപ്പോഴാണെന്നറിയോ, പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്. കാരണം നിശ്ചലാവസ്ഥയിലുള്ള ഒരു കാറ് ഇത്ര ദൂരം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ യു നമുക്ക് എന്താ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ വേണ്ട, നിശ്ചലാവസ്ഥയിൽ നിന്ന് ആരംഭിക്കുന്നതാണെങ്കിൽ ആദ്യ പ്രവേഗം എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ പ്രവേഗം എന്തായിരിക്കും, 0 ആയിരിക്കും. അത് മുകളിലേക്ക് ഒരു സംഭവം നമ്മൾ ഇത്ര വെലോസിറ്റിയിൽ വിട്ടു, അത് താഴേക്ക് വരുന്നു, അതായത് അവിടെ വെലോസിറ്റി ഇല്ലാതാകുമ്പോഴാണ് താഴേക്ക് വരുന്നത്. അവിടെയും നമ്മൾ താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ മുകളിലത്തെ കേസിനെയാണ് ആദ്യ പ്രവേഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതെന്താകും, 0 ആവും. ഇനി അടുത്ത കേസ്, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. ഇത്ര വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് എന്ത് ചെയ്തു, ബ്രേക്ക് ഇട്ടു, നിന്നു. അപ്പോൾ അതെന്തായി, V = 0 ആയി. അതുപോലെ മുകളിലേക്ക് എറിയിക്കപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപാതയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അന്ത്യം 0. അതായത് നമ്മൾ ഇവിടുന്ന് ഇടുന്നു, മുകളിലേക്ക് ഇടുന്ന സമയത്ത് അതൊരു പ്രവേഗത്തോടെ ആയിരിക്കും പോകുന്നത്. പോയി കഴിഞ്ഞ് ഒരു സ്ഥാനത്തെത്തുമ്പോൾ ആ പ്രവേഗം ഇല്ല, 0 അപ്പോഴാണ് അത് താഴേക്ക് വരുന്നത്. അപ്പോൾ ആ മുകളിൽ എത്തുന്ന പോയിന്റ് എന്താണ്, V ആണല്ലേ, അവിടെ V 0 ആയിരിക്കും. എന്നിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ എന്താണ്, നമ്മൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നുള്ളതിനെയാണ് U ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവിടെ U 0 ആയിരിക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. താഴേക്ക് വരുമ്പോൾ വിത്ത് വെലോസിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വരുന്നത്.
അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബന്ധം താഴേക്ക് പതിക്കുമ്പോഴും ആദ്യ പ്രവേഗം u0. ആ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നിശ്ചലാവസ്ഥയിലാവുകയാണ്, അത് എളുപ്പം കിട്ടും. ബ്രേക്ക് ചവിട്ടി നിന്നു, ഇല്ല, വെലോസിറ്റി ഇല്ല, അപ്പൊ എന്താണ്, v0 ആയിരിക്കും. മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തു സഞ്ചാരപാതയിൽ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ v എന്തായിരിക്കും, അതായത് അന്ത്യപ്രവേഗം അവിടെ ഇല്ല, തീർന്നു. മുകളിൽ നിന്ന് യു ഇതിൽ പോവുകയാണ്, യു എത്രയോ മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു, മുകളിൽ എത്തിയപ്പോൾ ഒന്നുമില്ല, അപ്പൊ അവിടുത്തെ അന്ത്യപ്രവേഗം v0 ആയി. താഴേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ v ഓൾറെഡി 0 ആണ്. താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു എന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ uv ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. യു എന്താവും, 0 ആവും. താഴേക്ക് v ഇതിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. ഇനി അടുത്ത ടേമാണ് ത്വരണം, ആക്സിലറേഷൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ത്വരണം, നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഞാൻ ത്വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവേഗമാറ്റം ബൈ സമയമാണെന്ന്. നമ്മുടെ യൂണിറ്റ് എഴുതാൻ നേരത്ത്. അപ്പൊ നോക്കിക്കേ, പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ എത്രയാ? പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ v-u, ആദ്യ പ്രവേഗം മൈനസ് അന്ത്യപ്രവേഗം. v-u ആണ് പ്രവേഗമാറ്റം ബൈ സമയം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ത്വരണം. ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. അപ്പം ത്വരണം, നമ്മൾ സദിശ അളവ് ഏതൊക്കെയാണ് പഠിച്ചത്? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം, അതുപോലെ പ്രവേഗം ഒരു സദിശ അളവാണ്. ഇപ്പൊ ത്വരണവും എന്താണ്? സദിശ അളവാണ്. ത്വരണത്തിന് ഉദാഹരണം നോക്കാം. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നു. ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിന്റെ ചലനം. ഇതൊക്കെയാണ് ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ത്വരണം? നമ്മൾ പഠിച്ചു, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. പ്രവേഗമാറ്റം നിരക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം പറയുമ്പോഴാണ് നിരക്ക് പറയുന്നത്. ആ v-u/t ആണ് എന്തെന്ന് പറയുന്നത്, ത്വരണം എന്ന് പറഞ്ഞാൽ ആദ്യസ്ഥാനം മൈനസ് അന്ത്യസ്ഥാനം മൈനസ് ആദ്യസ്ഥാനം ഡിവൈഡഡ് ബൈ t ആണ് എന്തെന്ന് പറയുന്നത്, ത്വരണം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിന് ഉണ്ടാകുന്ന ത്വരണമാണ് ആ സ്ഥാനത്തെ ഗുരുത്വാകർഷണ ത്വരണം. ഇതിനെയാണ് നമ്മൾ g കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാറില്ലേ. അപ്പൊ ആ g എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏതൊരു വസ്തു താഴേക്ക് വന്നാലും എന്ത് ത്വരണം കൊണ്ടായിരിക്കും വരുന്നത്? പ്രവേഗമാറ്റം എന്തായാലും ഉണ്ടാകും. അപ്പോൾ ആ സ്ഥാനത്തിന് ഗുരുത്വാകർഷണ ത്വരണം ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാം. അതിന് നമ്മൾ g കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഗുരുത്വാകർഷണം ചാപ്റ്ററിൽ നമ്മൾ g ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു, ഈ ഒരു ചലനവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി സൈഡിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമ്മൾ ത്വരണമാണല്ലോ പഠിക്കുന്നത്, അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണമാണ് ആ സ്ഥലത്തെ ഗുരുത്വാകർഷണ ത്വരണം. അതിന് നമ്മൾ g കൊണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സന്ദർഭം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചിലത് എന്തായിരിക്കും, നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും, നെഗറ്റീവ് ത്വരണമായിരിക്കും. അത്തരത്തിലുള്ള നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സിലറേഷൻ എന്നും പറയും കേട്ടോ. റിട്ടാർഡേഷൻ പ്രവേഗം കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് നെഗറ്റീവ് ത്വരണം. നമുക്ക് നല്ല സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയാണ്. അവിടെ എന്താ സംഭവിച്ചത്? പ്രവേഗം കുറഞ്ഞു, അല്ലെങ്കിൽ ത്വരണം നെഗറ്റീവായി, നെഗറ്റീവ് ആക്സിലറേഷൻ, മന്ദീകരണം സംഭവിച്ചു. അപ്പോൾ സ്പീഡ് എപ്പോഴും കുറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മന്ദീകരണമാണെന്ന് പറയാം. സ്പീഡ് കൂടി വരുന്നു, അങ്ങനെ സന്ദർഭങ്ങളിൽ നമുക്ക് ആക്സിലറേഷൻ, ത്വരണമെന്നും പറയാം. അപ്പോൾ ഉദാഹരണം മന്ദീകരണത്തിൽ പറയുകയാണെങ്കിൽ, നിരപ്പായ തറയിൽ ഉരുളുന്ന ഒരു പന്ത് കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, പന്ത് നിൽക്കാനായിട്ട് തുടങ്ങും, സ്പീഡ് കുറയും. നമ്മൾ ആദ്യം ഉരുട്ടിവിട്ട സ്പീഡിൽ പോകുമോ? ഇല്ല. സ്റ്റേഷനിലോട് അടുക്കുന്ന ട്രെയിൻ നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക. സ്റ്റേഷൻ അടുക്കുമ്പം ട്രെയിനിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. അത് മന്ദീകരണം. മുകളിലേക്ക് എറിയപ്പെട്ട കല്ല് മുകളിലേക്ക് എറിയുന്നു, പ്രവേഗം കുറയുന്നു, താഴേക്ക് വരുന്നതല്ല, മുകളിലേക്ക് എറിയുന്നതാണ് മന്ദീകരണം. ഓക്കെ, അപ്പോൾ ഇതാണ് മന്ദീകരണത്തിൻ്റെ കാര്യം. ഇനി നമ്മൾ ജസ്റ്റ് വേറെ ഒന്നും പഠിക്കേണ്ട, എന്താണ് ഈ ഗ്രാഫിനെ പറ്റി 2-3 പോയിന്റ് പറയണ്ട, അതുകൊണ്ട് മാത്രമാണ് ഇത് ഉൾപ്പെടുത്തിയത്. ഗ്രാഫ് നോക്കിക്കേ, നമ്മുടെ ഗ്രാഫാണ്. O എന്ന് പറയുന്ന ഒറിജിൻ ഉണ്ട്, എക്സ് ആക്സിസ് എക്സ് ഡാഷ്, നമ്മൾ എക്സ് ഡാഷ് എന്ന് പറയും, വൈ ഡാഷ്, ഇത്രയും ഉണ്ടേ. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ് ഡാഷിനെ തിരശ്ചീന അക്ഷം എന്ന് പറയും,
വൈ ഡാഷിനെ ലംബാക്ഷം എന്ന് പറയും, മൂലബിന്ദു അതായത് ഒറിജിനാണ് O എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രാഫ് തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിന്റെ വലുപ്പം കുറഞ്ഞു വരും. അതായത് തോതെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മളിപ്പോൾ നമുക്ക് എന്താണ് ഒരു കാറ് ട്രാവൽ ചെയ്തതിൻ്റെ ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും ഒരു ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ഗ്രാഫ് പേപ്പർ എടുക്കണം. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന തോതെന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ എന്താണ്, ഇപ്പോൾ നമ്മളൊരു 5 യൂണിറ്റ് എന്ന് പറഞ്ഞെടുക്കുകയാണ്, വൈ ആക്സിസിൽ 10 യൂണിറ്റ് എന്ന് പറഞ്ഞെടുക്കുകയാണ്. അതായത് നമ്മൾ എത്രത്തോളം തോത് കൂട്ടിയെടുക്കുന്നോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഗ്രാഫിൻ്റെ സൈസ് കുറഞ്ഞു വരും. ഇപ്പം നമ്മളൊരു 10 മീറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 10 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നതിന് 1 2 3 4 5 6 എന്ന് ഓരോന്നായിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഒരുപാട് ലൈൻ നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ ഇത് തൊട്ട് ഇതുവരെയുള്ളത് ഒരു 5 യൂണിറ്റ് ആയിട്ട് കണക്കാക്കുകയാണ്, എന്നിട്ട് ഇത് തൊട്ടുള്ളത് 10 യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഗ്രാഫ് അതിനനുസരിച്ച് ചെറിയൊരു ഗ്രാഫ് ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതിൻ്റെ തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലുപ്പം കുറഞ്ഞു വരും. എന്നാൽ നമ്മൾ ഇതിന് പകരം എന്തെടുക്കുകയാണ്? നോക്കിക്കേ, ഇവിടെ നമ്മൾ 1 2 3 അങ്ങനെ 10 വരെ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ വലുപ്പം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ തോത് കുറയുന്നതിനനുസരിച്ച് ഗ്രാഫ് കൂടും, തോത് കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ പക്ഷേ മൂല്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. അതിൻ്റെ വാല്യൂസിന് മാറ്റമൊന്നും വരുന്നില്ല. നമ്മൾ എടുക്കുന്ന തോത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തോത് എടുത്തിട്ട് ഇവിടെ എഴുതി വയ്ക്കും. എക്സ് ആക്സിസിൽ ഇത്ര 1 സെൻറ്റിമീറ്റർ നമ്മൾ ഉദ്ദേശിച്ചത് 5 യൂണിറ്റ് ആണ്, വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ നമ്മൾ ഉദ്ദേശിച്ചത് 10 യൂണിറ്റ് ആണ്. നമ്മൾ അവിടെ എഴുതിയും വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫുകൾ സാധാരണ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിൽ സ്ഥാനസമയ ഗ്രാഫ് നോക്കിക്കേ. സ്ഥാനസമയം എന്ന് പറയുമ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് നമ്മൾ എന്തിൽ പറയും? മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ടൈം എന്നുള്ളത് എക്സ് ആക്സിസിലും സ്ഥാനം പൊസിഷൻ എന്നുള്ളത് ഏതിലും വരും? ഇവിടെ സ്ഥാനം, ഇവിടെ സമയം. ഓക്കെ, സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാനസമയ ഗ്രാഫ് നേർരേഖയിലായിരിക്കും. ഇതുപോലെ ആയിരിക്കും, നേർരേഖയിലായിരിക്കും. മനസ്സിലായോ? സമവേഗത്തിൽ ചലിക്കുന്ന, സമവേഗം അറിയാലോ, തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ച അത് സമവേഗമാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനസമയ ഗ്രാഫ് എപ്പോഴും എന്തിലായിരിക്കും? ഇവിടെ ഇങ്ങനെ നേർരേഖയിൽ. കാരണം അതൊരു കോൺസ്റ്റന്റ് ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എപ്പോഴും അതൊരു ഇതായിരിക്കും. അപ്പം സ്ഥാനസമയ ഗ്രാഫിൽ സ്ഥാനം എക്സ് ആക്സിസിൽ വരും, ഇത് വൈ ആക്സിസിൽ വരും. അപ്പം നേർരേഖയിൽ അല്ലെങ്കിൽ അതെന്തായിരിക്കും? നേർരേഖയിൽ അല്ലെങ്കിൽ അതൊരു ഇതായിരിക്കും. ഓക്കെ, ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ നോക്കിക്കേ, അതായത് അനങ്ങുന്നേ ഇല്ല. അപ്പോൾ അതാ ഇങ്ങനെയാണ്. അതായത് വൈ ആക്സിസിന് പാരലായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അതൊരു കണ്ടീഷൻ പോലെ ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നേർരേഖയിലായിരിക്കുമ്പോൾ ഇതെപ്പോഴും എന്തായിരിക്കും? നേർരേഖയിലാണെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമവേഗത്തിലായിരിക്കും, ഒരു യൂണിഫോം മോഷനിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിനെ സ്ഥാനസമയ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് കേട്ടാൽ നേർരേഖയിലായിരിക്കും എന്ന് പറയാം, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരു ഗ്രാഫാണ് പ്രവേഗ സമയ ഗ്രാഫ്. പ്രവേഗ സമയ ഗ്രാഫ് ഇപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ സമയം വരും, ഇവിടെ എന്ത് വരും? ഇവിടെ പ്രവേഗം വരും. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് കിളിയൊക്കെ പോകും, പക്ഷെ നമ്മളൊരു ഗ്രാഫിലൂടെ നമ്മളത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നോക്കിക്കേ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ ആദ്യം നോക്കിക്കേ, പ്രവേഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥാനാന്തരം ബൈ സമയമാണെന്ന് അറിയാം അല്ലേ. എന്നാൽ സ്ഥാനാന്തരം എന്തായിരിക്കും? അപ്പോൾ സ്ഥാനാന്തരം പ്രവേഗം ഇൻറ്റു സമയം. നേരെ ക്രോസ് ഇത് ചെയ്താൽ മതി, പ്രവേഗം ഇൻറ്റു സമയം. ഇനി ഗ്രാഫിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗ്രാഫിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ നോക്കിക്കേടാ AB ഇൻറ്റു AD, AB ഇൻറ്റു AD എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പം AB ഇൻറ്റു AD എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? ഇതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കുക. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത്രയും പ്രവേഗമാണ്, ഇത്രയും സമയമാണ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് പ്രവേഗം ഇൻറ്റു സമയം, അതാണ് ഇവിടുത്തെ AB ഇൻറ്റു AD. മനസ്സിലായില്ലേ? ഇത് ഗ്രാഫിൽ BCക്ക് താഴെ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. അതായത് BCയുടെ താഴെ വരുന്ന പറയുമ്പോൾ ഇത്രയും ഭാഗം ഈ പരപ്പളവിന് തുല്യമായിരിക്കും. ഈ പരപ്പളവിന് തുല്യമായിരിക്കും സ്ഥാനാന്തരം. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു
ബി സിയുടെ താഴെ വരുന്ന ഭാഗത്തെ പരപ്പളവിന് തുല്യമായിരിക്കും. അതെങ്ങനെയാണ് തുല്യമാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. പ്രവേഗം നമുക്കറിയാം സ്ഥാനാന്തരം ബൈ സമയമാണ്. അതിൽ നിന്ന് സ്ഥാനാന്തരം എന്ന് പറയുന്നാൽ പ്രവേഗം ഇൻറ്റു സമയമാണ്. പ്രവേഗം ഇൻറ്റു സമയം ഗ്രാഫിൽ നിന്ന് നോക്കുമ്പോൾ AB ഇൻറ്റു AD ആണ്. അതായത് ഈ പരപ്പളവിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഗ്രാഫിൻ്റെ പരപ്പളവ് ഇത്രയും ഭാഗം ABCD എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവ് ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് തന്നെയാണ് ഇവിടെ ചെയ്തത്, AB ഇൻറ്റു AD തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതെന്തിനു തുല്യമാണ്, എസ് സ്ഥാനാന്തരത്തിന്. നമ്മൾ എസ് എന്ന് പറഞ്ഞ സ്ഥാനാന്തരം റെപ്രസെൻ്റ് ചെയ്യുന്ന എസിന് തുല്യമാണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചലന സമവാക്യങ്ങളിലോട്ട് പോവുകയാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് പ്രവേഗ സമയ ബന്ധം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആവത്തില്ല, കുറേ പേർക്കൊക്കെ ഇക്വേഷൻ അറിയായിരിക്കും, പക്ഷെ അതിൻ്റെ ഓരോ പേരുകൾ അല്പം ഫെമിലിയർ ആയിരിക്കത്തില്ല. നോക്കിക്കേ, പ്രവേഗ സമയ ബന്ധം. പ്രവേഗ സമയ ബന്ധമാണ് V = U + AT. ഇതിനെയാണ് നമ്മൾ ഒന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രവേഗ സമയ ബന്ധം V = U + AT ഒന്നാം ചലന സമവാക്യം. ഇനി രണ്ടാം ചലന സമവാക്യമാണ് സ്ഥാന സമയ ബന്ധം കാണിക്കുന്ന സമവാക്യം. സ്ഥാനം സ്ഥാനവും സമയം 2 T ഉണ്ട്. അതാണ് എന്ത്, S = UT + ½AT². ഇനി സ്ഥാന പ്രവേഗ ബന്ധം കാണിക്കുന്നത് ഏതാ, മൂന്നാം ചലന നിയമം. V² = U² + 2S. ഇതിനെ നമുക്ക് വേണമെങ്കിൽ V² - U² = 2AS എന്നും എഴുതാം. 2 രീതിയിൽ നമുക്കിതിനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, V² - U² = 2AS എന്നും പറഞ്ഞ് നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. നോക്കിക്കേ, 3 ഗ്രാഫ്. V = U + AT, S = UT + ½ AT², V² = U² + 2S. ഇതാണ് നമ്മുടെ 3 ഇത്. നമ്മളിതിൽ ഇക്വേഷൻസ് ചിലപ്പം കാണാതെ പഠിച്ചെങ്കിൽ നമ്മൾ എന്താണ് ഇത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രവേഗ സമയബന്ധം, സ്ഥാന സമയബന്ധം, സ്ഥാനപ്രവേഗ ബന്ധം. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ, നമ്മുടെ സമവാക്യം, ചലന സമവാക്യം ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ഏത് ചലന സമവാക്യം ഉപയോഗിക്കണമെന്നുള്ള കൺഫ്യൂഷൻ മാറണമെങ്കിൽ നമ്മളെല്ലാം എടുത്ത് എഴുതണം ആദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. നിശ്ചല അവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 m/s, 8ാമത്തെ സെക്കൻഡിൽ എത്രയാണ്, 40 m/s എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എത്രയാണ്? അപ്പം നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതാം. 4ാമത്തെ സെക്കൻഡിലുള്ള പ്രവേഗം, അതിനെ നമുക്ക് എന്തെന്ന് റെപ്രസെൻ്റ് ചെയ്യാം, 4ാമത്തെയാണ് ആദ്യത്തെ, അപ്പോൾ അത് ആദ്യ പ്രവേഗമാണ്, അത് 20 m/s. ഇനി എത്രയാണ്, 8. എട്ടാമത്തെ എന്ന് പറയുമ്പോൾ സെയിം തന്നെ, അതെന്ന് പറയുന്നത് അടുത്തതാണ്, അതായത് അന്ത്യപ്രവേഗമാണ്. 4ഉം 8ഉം ആണ് കണ്ടുപിടിക്കാനുള്ളത്, 4ാമത്തെ 8ാമത്തെ. അപ്പോൾ 8ാമത്തെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, V ആയിരിക്കും. V എത്രയാണ് തന്നിരിക്കുന്നത്, V 40 m/s ആണ്. 40 m/s ആണ് എന്തെന്ന് പറയുന്നത്, V എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം അപ്പോൾ നമ്മൾ വിചാരിക്കും വ്യൂവും ഉണ്ട്, നമുക്ക് ടൈമും ഉണ്ട് അല്ലേ. ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 4ാമത്തെ 8ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 8 - 4 നമുക്കറിയാം 4 സെക്കൻഡിൻ്റെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് A വേണം. A ഉണ്ടെങ്കിലേ നമുക്ക് ഏത് ഇക്വേഷൻ ആണെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ A കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, V - U/T അല്ലേടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ V എത്രയാണ്, 40. 40 - 20/4, അതായത് 20/4 എത്രയാ, 5 m/s² എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് Vയും Uവും Aയും Tയും ഒക്കെ ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ എസ് ദൂരം എത്രയാണെന്ന് വെച്ചപ്പോൾ എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എസ് ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ UT + ½ ചെയ്താൽ മതി. ദൂരം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, എസിൻ്റെ ഉള്ളു. നമുക്ക് V = U + AT ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതാ, നമ്മുടെ S = UT + ½ AT². ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ U നമുക്കറിയാം 20 ആണ്. 20 × T എത്രയാ, 4 + ½ A നമുക്ക് കിട്ടി 5 × എത്രയാണ്, 4² നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ 4² പറയുമ്പോൾ 4² എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് × 4 എന്ന് എഴുതാം. അപ്പോൾ ഇതും പോയി, എത്ര കിട്ടി, 2 കിട്ടി. ഇത് 20ഉം 4ഉം കൂടെ ചെയ്യുമ്പോൾ 80.
80 പ്ലസ് ഇത് നോക്കിയാൽ 2 ഇൻറ്റു 5 എന്താണ് 10, 10 ഇൻറ്റു 5 40. ഓക്കെ, 120 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാ? 120 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ അല്ലേ? 120 മീറ്റർ. അപ്പം 4ാമത്തെ സെക്കൻഡിലെ പ്രവേഗം യു എന്നെടുത്തു. യു 20 8ാമത്തത് 40 തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുമ്പോൾ 4, 4, 8 അല്ലേ? 4ാമത്തേത് 8ാമത്തെ സെക്കൻഡുകളിൽ സഞ്ചരിച്ച ദൂരമാണ് കാണാനുള്ളത്. അത് 4 സെക്കൻഡ് എന്ന് കിട്ടി. അവിടെ നിന്ന് നമ്മൾ എന്താണ് എ കണ്ടുപിടിക്കണം. എ തന്നിട്ടില്ല. എ കണ്ടുപിടിക്കണം നമുക്കറിയാം. വി മൈനസ് പ്രവേഗ മാറ്റം ബൈ സമയമാണ്. വി മൈനസ് യു ബൈ ടി നമുക്കറിയാം. നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. 5 മീറ്റർ പെർ സെക്കൻഡ് ദൂരം കാണാനുള്ളത്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയടാ? 120 മീറ്റർ എന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടി. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടെ, ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഒരെണ്ണം കൂടെ. അപ്പം നോക്കിയേ, സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട്, ഓക്കെ, 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിന്റെ ത്വരണം എത്രയായിരിക്കും? എ കാണുക. പിന്നെ ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം കാണുക. ഓക്കെ, ഇതെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പം നോക്കിയാൽ കാറിന്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 40 ആവുകയാണ്. അപ്പം യു നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 20 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? യു എന്താണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നല്ലേ? അതുകൊണ്ട് യു 20. വി എന്ന് പറയുന്നത് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ്. കാരണം 20ൽ നിന്ന് 40 ആയെന്ന് പറയുമ്പോൾ ആദ്യ പ്രവേഗം 20ഉം അന്ത്യപ്രവേഗം എത്രയാണ്? 40. നമ്മൾ ഈ ആദ്യം അവിടെയുള്ള ഇൻഫർമേഷൻ എല്ലാം എഴുതുക. ഗിവൺ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറില്ല, എഴുതാറില്ലേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ? അത് തന്നെയാണ്. യുവും വിയും എല്ലാം എഴുതുക. ടൈമും തന്നിട്ടുണ്ട്. എത്രയാ? 5 സെക്കൻഡാണ്. സമയവും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം ത്വരണം കാണണം. എ ആണ് കാണാനുള്ളത്. എ കാണാൻ പറ്റുമല്ലോ. വി മൈനസ് യു ബൈ ടി ചെയ്താൽ മതി. അതായത് 40 മൈനസ് 20/5 ചെയ്താൽ മതി. 20/5 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒന്നേ ആയിട്ടുള്ളൂ, എ ആയിട്ടുള്ളൂ. ഇനി ബി കാണണം. ഈ സമയം കൊണ്ട് സ്ഥാനത്തിനുണ്ടായ സ്ഥാനാന്തരം. എന്താണ് സ്ഥാനാന്തരം കാണാനുള്ളത്? ഇസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. യു നമുക്ക് 20 ടി 5 ആണെന്നറിയാം. ഹാഫ് ഇൻറ്റു എ എത്രയാണ് നമുക്ക് കിട്ടിയേ? 4 ഇൻറ്റു ടി 5 ഇൻറ്റു 5. ഓക്കെ, ഇവിടെ 100 കിടക്കട്ടെ. ഹാഫ് വെട്ടിപ്പോകുമ്പോൾ 2, 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 5 50. എത്ര കിട്ടി? 150 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് സ്ഥാനാന്തരം. ഈസി അല്ലേ? അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഇക്വേഷൻ ചെയ്യാനായിട്ട് ഏത് ഇക്വേഷൻ ഇടണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തെഴുതുക. അന്ത്യപ്രവേഗവും ആദ്യപ്രവേഗവും എല്ലാം എടുത്തെഴുതുക. എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? ഏത് ഇക്വേഷൻ എന്ന്. പക്ഷേ ഇതിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് സ്ഥാനാന്തരം കണക്ക്. സ്ഥാനാന്തരം കാണാന്ന് പറയുമ്പോൾ ഈ ഫോർമുല തന്നെ ആയിരിക്കും. ഇനി പ്രവേഗം, എന്തെങ്കിലും പ്രവേഗം കാണാന്നൊക്കെ ഉള്ളതെടുത്ത് ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൾ ടു 2as വി ഈക്വൾ ടു യു പ്ലസ് AT ഒക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. സ്ഥാനാന്തരം കാണാനുള്ളത് ഈ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ അതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ത്വരണം കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ. ഇവിടെ പറഞ്ഞിട്ടില്ല സഞ്ചരിച്ച ദൂരം എത്രയെന്ന് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഒന്നിലും ഇല്ല. അവിടെ കൺഫ്യൂഷൻ അടിക്കല്ലേ. ത്വരണം കണ്ടുപിടിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ബാക്കി പ്രോബ്ലം. അങ്ങനെയുള്ള പ്രോബ്ലംസും വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഞാൻ ഇതിൽ റെഫറൻസ് എടുത്തിട്ടുള്ളത് ചലനം നിത്യജീവിതത്തിൽ 6ാം ക്ലാസ്സിലെ ചലന സമവാക്യങ്ങൾ. ഓൾഡ് SCERT ഈ ഗ്രാഫൊക്കെ കൂടുതൽ നമ്മുടെ ഓൾഡ് SCERT 8ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിലുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഞാനപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് എടുത്തത്. അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ന്യൂ SCERT വച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 9ാം ക്ലാസ്സിലെ ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ റെഫറൻസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചലന സമവാക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചലന നിയമങ്ങളെ പറ്റി പഠിക്കണം. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. 3 ചലന നിയമം വെറുതെ പഠിച്ചു പോയാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചലന നിയമങ്ങൾ പഠിക്കാം. അപ്പോൾ താങ്ക് യു.